ഹായ്, എല്ലാവർക്കും മിജിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമെത്തുന്ന ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനും പ്രൈസമ്മോനോടെ കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട്. അത് നിങ്ങളത് കേൾക്കണേ. യുവന്മാരുടെ അടുത്തൊക്കെ ഓരോ നമ്മൾ പറയാൻ പോയാൽ ഒന്നും പറയാനൊക്കത്തില്ല, അതുപോലുള്ള ഓരോ ആൻസറുകളാണ്. പിന്നെ ഞാൻ എന്നാലും നിങ്ങളടുത്ത് പറഞ്ഞില്ലായിരുന്നു, തേൻ ആർക്കെങ്കിലും ഇവിടെ നാട്ടിലുള്ളവർക്കല്ല ഇവിടെ കാണുള്ളവർക്ക് തേൻ വേണമെങ്കിൽ പറയണേ. വൻ്റെ 3-4 പേര് ഓർഡർ തന്നു. ഞാനൊരു 3 വർഷമായിട്ട് ഉപയോഗിക്കുന്ന തേൻ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, കുറച്ചുകൂടെ ഉണ്ട്. ഒരു കുഴപ്പവും ഇല്ല. നേരത്തെയൊക്കെ ഞാൻ ഇവിടുന്ന് ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് ലാസ്റ്റിൽ വരുമ്പോൾ ഇങ്ങനെ പഞ്ചസാര അലിഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കും. ഇത് നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിച്ചതല്ല. നമ്മൾ ഈ പ്രൈസൻ അങ്ങനെ കറികളൊന്നും കൂട്ടി കഴിക്കാത്ത സമയത്ത് അവന് ഇഡലി, ദോശ, ചപ്പാത്തി ഇതൊക്കെ കഴിക്കുന്നുണ്ടേ ഈ തേൻ കൂട്ടിയായിരുന്നു കൊടുക്കുന്നത്. പിന്നെ ഈ മെഡിസിൻ കൊടുക്കത്തില്ലേ, മെഡിസിൻ കൊടുക്കുമ്പം ഇവരിങ്ങനെ കുടിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഇത്തിരി കയ്പൊക്കെ കാണുന്നുണ്ടെങ്കിൽ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞ് ഇത്തിരി തേനൊക്കെ വാങ്ങിക്കും. അങ്ങനെയായിരുന്നു കൂടുതലും തേൻ ഇവിടെ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഒരു വീട്ടിൽ എപ്പോഴും ഇച്ചിരി തേനൊക്കെ ഇരിക്കുന്നത് നല്ലതാണ്, നമുക്ക് കൈ പൊള്ളിയാലൊക്കെ തേക്കാനും എന്തിനും നല്ല തേൻ. അപ്പോൾ 3-4 പേര് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ഒരാൾക്കായിട്ടൊന്നും വാങ്ങിക്കത്തില്ല, നമ്മളിപ്പോൾ നാട്ടിൽ നിന്നാണ് വരുത്തുന്നത്. തേൻ ഞാൻ ഫുൾ ഗ്യാരണ്ടി തരുന്നുണ്ട്, ഒരു മായവും ചേരാത്ത തേനാണ്. അപ്പം വില വിവരം 480ഓളമൊക്കെ വരും. കാരണം ഞാൻ കൊറിയർ ചാർജൊക്കെ കൊടുത്ത് ഞാൻ വരുത്തുമല്ലേ. പിന്നെന്താ, പിന്നെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതിയേ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അന്നേരം ഇന്ന് രാവിലെ പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ പൂരിക്കൊന്ന് കുഴച്ച് വെച്ചായിരുന്നു. ചായ കുടിച്ചതിന് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കൊടുത്ത് റീച്ച ഇപ്പോഴും എണീറ്റ്. റീച്ച ഒത്തിരി ലേറ്റായിട്ടാണ് ഇന്നലെ വന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് സ്കിൻ ഡോക്ടറുടെ അടുത്തൊന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങളടുത്ത് എന്തുവാ കാര്യം എന്നുള്ളത്. അപ്പോൾ ഈ ഡോക്ടറുടെ അടുത്തെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പം നേരത്തെ അപ്പോയിൻമെൻറ്റ് ഇപ്പം എനിക്ക് നാളത്തേക്കിനോ മറ്റന്നാളത്തേക്കിനോ ആണെങ്കിൽ നമ്മൾ ഫോണിൽ കൂടെ പറഞ്ഞാൽ അവർ എടുക്കും. അതേസമയം നമുക്ക് ഇന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ പോയി എടുക്കണം എന്ന് ഫോണിൽ കൂടെ അവരെടുക്കത്തില്ല. അപ്പം ഞങ്ങൾ ചോദിച്ചോണ്ട് റീച്ചാൻ ഇന്ന് ഇത്തിരി താമസിച്ച് പോയാൽ മതിയായിരുന്നു. അന്നേരം ഞാൻ പറയുന്നത് നമുക്ക് സ്കിൻ ഡോക്ടറെ അടുത്ത് പോകാമെന്ന്. അപ്പോൾ അവിടെ ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ പറഞ്ഞു ഓൾറെഡി ആയി. അന്നേരം ഞാൻ പറഞ്ഞു റീച്ച എങ്ങനെയെങ്കിലും ഒന്ന് അവിടുത്തെ പറ, നമുക്ക് ഒരു നമ്പർ തരാനായിട്ട്. അങ്ങനെ റിക്വസ്റ്റ് ചെയ്തോണ്ടേ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നിങ്ങളിവിടെ വാ, ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കും, ആരെങ്കിലും വരാതുണ്ടെങ്കിൽ നിങ്ങളെ ആ ആളുടെ സ്ഥാനത്ത് കയറ്റി വിടാമെന്ന്. അപ്പോൾ നമ്മുടെ അടുത്താ റീച്ചാൻ പറഞ്ഞു എന്നാൽ വാ നമുക്ക് പാന്ന്. അപ്പം ഞാൻ ഒന്നും ഇവിടെ തയ്യാറാക്കിയില്ല. നമ്മൾ നേരത്തെ ഇപ്പം നാളെ ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ തലേന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് വെക്കാമല്ലേ. ഇതിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം, എന്നാൽ റീച്ചാൻ പറയുന്ന ഒരു കാര്യം ചെയ്യാം, റീച്ചാൻ പോയി അവിടെ പോയി ഇരിക്കാൻ നമ്പർ എഴുതിയിട്ട് നമ്പർ ആകാറാവുന്നുണ്ടേ റീച്ചാൻ ഔട്ട് ഗേറ്റിൻ്റെ അവിടെ വണ്ടി കൊണ്ടുവരാം, ഞാൻ ഒരുങ്ങിച്ചെല്ലാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ അങ്ങനെ ആവട്ടെന്ന്. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് രാവിലത്തെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ നമ്മൾ തീരുമാനം എടുത്തത്. അപ്പം ഞാൻ ഈ പൂരി ഉണ്ടാക്കുന്നുണ്ടേ, എവിടെങ്കിലും ഇടുന്ന വഴിക്ക് ഒന്ന് പൊട്ടും എവിടെയെങ്കിലും. അന്നേരമാണ് ഈ കുമിളിച്ച് വരുന്ന പൂരി അങ്ങ് ചൊക്കിപ്പോന്നെ. ഇതിപ്പം പൊട്ടിയില്ല. ചിലത് ഇങ്ങനെ നമ്മൾ ഇടുന്ന സമയത്ത് ഇച്ചിരി നേരം പൊങ്ങി വരും, പിന്നെ ഉടനെ അതങ്ങ് പൊട്ടുന്ന ഉടനെ അങ്ങ് ചൊക്കിപ്പോകും. അപ്പോൾ ഞാൻ ചൂടോടെ എല്ലാവർക്കും ഇങ്ങനെ പൂരി ഓരോരുത്തർക്കും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഗ്രീൻ പീസും കടലയും കൂടി ഇട്ട കറിയുണ്ട്. അങ്ങനെ റീച്ചാൻ അങ്ങ് പോയി നമ്പർ എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒരുങ്ങിപ്പോയി. അവിടെ ചെന്നിട്ടും അരമണിക്കൂർ കഴിഞ്ഞിട്ടും ഞങ്ങൾ ചെന്നപ്പോൾ ഒരു പേഷ്യൻ്റ് അകത്ത്, ഏത് പേഷ്യൻ്റ് നമുക്കറിയത്തില്ലായിരുന്നു. അവർ ഇറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ഒരു ഫാമിലി മൊത്തമായിരുന്നു, അപ്പനും അമ്മയും 2 പിള്ളേരും. അപ്പോൾ അങ്ങനെ കുറേ സമയം എടുത്ത്. എനിക്ക് തോന്നുന്നു അതിൽ 1-2 പേർക്കെങ്കിലും കാണുമായിരിക്കും ഡോക്ടറെ കാണിക്കുക. അതുകൊണ്ടല്ല അത്രയും സമയം എടുത്തേ. 1.5 മണിക്കൂറോളം നമ്മളവിടെ വീണ്ടും ഇരിക്കേണ്ടി വന്നു.
പക്ഷേ ഡോക്ടർ നല്ല ഡോക്ടറാണെന്നുള്ളതാണ്. പ്രാവശ്യം നേരത്തെ വർഷങ്ങൾക്ക് മുമ്പിട്ടും എനിക്കിങ്ങനെ എന്തോ പ്രോബ്ലം വന്ന് പോയി, ഒരു പ്രാവശ്യം പോയാൽ മതി അതോടുകൂടി. പക്ഷേ ഇത്തിരി പിന്നെ അവരുടെ കൺസൾട്ടിങ് ഫീസും മെഡിസിനൊക്കെ കോസ്റ്റ്ലി ആണെങ്കിലും നമുക്കതിന് പ്രയോജനമുണ്ട്. പ്രീസമ്മോനി ഒരു പ്രാവശ്യം കൊണ്ടുപോയിട്ട് ഒരു പ്രാവശ്യം പോകേണ്ട ആവശ്യമേ വന്നുള്ളൂ. സ്കിൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് വന്നു. എനിക്കുണ്ടല്ലേ ഈ കിച്ചണിലൊക്കെ ജോലി ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ ഇത്തിരി ഒരു സൈസ് കുരുക്കൾ പോലെ. ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഒരു വർഷമൊക്കെ ആയി. ആദ്യം ഒരു ഇച്ചിരിച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ ഇന്നിപ്പം ഞാൻ ഒന്നും പിന്നെ ചെയ്തതുമില്ല. റീച്ചാൻ പെട്ടെന്ന് പറഞ്ഞ ഓഫീസിൽ നിന്ന് ഞാൻ ജോലി തീരെ കുറവാണ്, നമുക്ക് ഡോക്ടർ ഇവിടെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ദീപാവലി ആയതുകൊണ്ട് അങ്ങനെ ആൾക്കാരും ഇല്ലായിരുന്നു തോന്നുന്നു. അവർ പറഞ്ഞ് വാ, പക്ഷേ ആൾക്കാരൊന്നും ആരെങ്കിലും വരാതുണ്ടെങ്കിൽ അതിലും നമ്മളെ കയറ്റി വിടാമെന്ന്. അപ്പം ഞങ്ങൾ പോയിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞത് സിറിങ്കോമാസ് എന്ന് പറയുന്ന ഒരു സൈസ് ഇതാണ്. അവർ ആദ്യം പറഞ്ഞത് ഇത് കരിച്ച് കളയണമെന്നാണ്. പറയിച്ചാൻ പറഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ ഇത് കരിക്കാതെ എന്തെങ്കിലും ക്രീം, അങ്ങനെ ഒരു ക്രീം തന്നു. അവരുടെ കൺസൾട്ടിങ് ഫീസ് 1000. പുള്ളിക്കാരൻ നല്ലയാ, മെഡിസിനും അത്രത്തോളം ആയി. ഒരു മാസം തേച്ചിട്ട് ഇപ്പോൾ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പയറ് അടപ്പത്തിട്ടിട്ടാണ് പോയത്. ഞാൻ മറന്നുപോയി ഇവരോട് പറയാൻ. അപ്പോൾ ഞാൻ അവിടെ എത്തിയുണ്ട് പ്രൈസ് എന്നെ വിളിച്ച് മമ്മി കുക്കർ വെന്താക്കട്ടെ എന്ന്. പയർ ഒരു വിസിൽ വരേണ്ട അടുത്ത് 2 or 3 കണ്ടൊക്കെ വെന്ത് പയറങ്ങ് വെന്തങ്ങ് പോയി. ഞാൻ ഇച്ചിരി മീൻ വെട്ടിയത് ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് തോരൻ വെക്കാൻ ഞാൻ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടാണ് പോയി. പിന്നെ പെട്ടെന്ന് നാടിക്ക് കഞ്ഞിയും ചോപ്പിനും വെന്തില്ല എന്ന് ഡാഡി പറയുന്നത്. ഞാൻ ഒരു 6-7 വിസിൽ വരുത്തിയതാണ്. കഞ്ഞിയും ഡാഡിക്ക് കൊടുത്ത് എന്നിട്ടാണ് ഞാൻ പോയത്. പെട്ടെന്ന് എടുത്തിവിടെ വെച്ചു. അപ്പോഴത്തേന് സമയമായില്ലായിരുന്നു. ഓളിനോട് പറഞ്ഞ് പപ്പടവും ചുട്ട് ഇങ്ങനെ കൊടുക്കണേന്ന്. ഇനിയിപ്പോൾ വന്നിട്ട് വേണം ബാക്കി. ഇവർക്കിപ്പോൾ എല്ലാം ചപ്പാത്തിയും ടൊമാറ്റോ ചട്നിയും കൂടെ കൊടുത്ത് ഇനി ഞാൻ ബാക്കി ജോലികൾ ചെയ്യട്ടെ. അവർ പറഞ്ഞത് ഒരു 6 മാസമെങ്കിലും എടുക്കും ഇത് ശരിയാവാൻ. 1 മാസം കഴിഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുവാന്നുള്ളത് നോക്കട്ടെ. അവിടോട്ട് ചെന്നോണ്ട അവിടെ അല്ലാതെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്ന ഈ ചിലർക്കൊക്കെ ഈ പിമ്പിൾസ് ഞാനവിടെ ഇരിക്കവേ ഒരു ലേഡി വന്ന്, അധികം പ്രായമൊന്നുമില്ല, പക്ഷേ മുഖം മൊത്തം അങ്ങ് ചുമന്ന പിമ്പിൾസ്. പിന്നെ ഒരു പെങ്കൊച്ചും വന്ന്. അതൊക്കെ അവിടെ അവർ അതിനുവേണ്ടി ഒരു ക്ലിനിക്കായിട്ടൊന്നുമല്ല, അവർക്ക് അതിനുവേണ്ടി സൗകര്യങ്ങളുണ്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാനായിട്ട്. ഞാൻ പിന്നെ ഇവിടെ വന്നാൽ ഞാനില്ല ധൃതിക്കില്ല റേച്ചാൻ വിളിച്ചോണ്ടേ പെട്ടെന്ന് എന്നാൽ പയറുതോരൻ വെക്കാമെന്നും പറഞ്ഞ് കുക്കർ അടപ്പത്ത് വെച്ചിട്ട് പോയി. അപ്പോൾ ഡാഡിക്ക് ഞാൻ കഞ്ഞി മറ്റേത് ഇതിപ്പോൾ ഈ ചെറിയ കുക്കറായതുകൊണ്ട് ഇതിൻ്റെ അകത്താണ് കഞ്ഞി ഞാൻ വെച്ചത്. അപ്പം മറ്റേത് വലിയ കുക്കറാണ്, 5 ലിറ്റർ കൂടുതൽ 7 ലിറ്ററിൻ്റെ കുക്കറാണ്. അപ്പോൾ അതിൽ വേണ്ടി കഞ്ഞി ഇടാനും പയറിടാനും എന്തിനാ അതെടുക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ ഡാഡിക്ക് കഞ്ഞി ഒരു 6-7 വിസിൽ അടിച്ചിട്ടാണ് എടുത്തത്. എന്നിട്ടാണ് ഞാൻ പയറ് വെച്ചത്. അപ്പം ഞാൻ പയറ് വെച്ചിട്ട് പറയാൻ മറന്നുപോയി 1 വിസിൽ വരുന്ന ഉടനെ നിർത്തണേന്നുള്ളത്. അങ്ങനെ അവിടെ ചെന്നിട്ടാണ് ഇവൻ ഫോൺ ചെയ്യുമ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ കുക്കർ തുറന്ന് നോക്കിയുണ്ടേ നന്നായിട്ടങ്ങ് വെന്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചേട്ടാ പ്രൈസ എത്ര വിസിൽ വന്നിടാ? അത് 2-3 വന്നെന്ന് പറഞ്ഞു. പക്ഷേ അന്നത്തെ തോരൻ ഇവിടെ ആരും അങ്ങനെ കൂട്ടിയില്ല. അത്രയും വന്നിടേ പിന്നെ അങ്ങ് കറി ആക്കിയാൽ മതിയായിരുന്നു. പിന്നെയും അത്രയും മൈൻഡിൽ വന്നതുമില്ല. പിന്നെ അതുമല്ല തോരൻ എന്തോ ഉണ്ടാക്കണം എന്നുള്ളതിലങ്ങ് ഞാനങ്ങ് ചെയ്യുകയും ചെയ്തു. ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം പയർ പായസം പോലെ, ആരുടെയും കുറ്റമല്ല കഴിക്കാത്തത്. അപ്പം ഞാൻ മീൻ തോരൻ വെക്കാനായിട്ട് മീനൊക്കെ എടുത്ത് വെച്ചായിരുന്നല്ലേ, അപ്പം അതിന് തേങ്ങയും തിരുമ്മി അരപ്പൊക്കെ ചെയ്ത് വെച്ചു. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞ ഒത്തിരി ലേറ്റായിട്ടാണ് വന്നേ. ഞാനും അതുകൊണ്ട് ഒട്ടും ഉറങ്ങിയില്ലെന്ന്. അപ്പം നേരം ഇത്രയും ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് അവിടെ തന്നെ ഇത്രയും സമയമായി വന്നു കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ഇന്നലത്തെ ടൊമാറ്റോ ചട്നി ഉള്ളത് കൊണ്ട് ഇവർക്കൊക്കെ ചപ്പാത്തി കൊടുത്തു. അത് കഴിഞ്ഞാണ് ഞാൻ വന്ന് പാത്രങ്ങൾ കഴുകാനും എല്ലാം ഉണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് ഇപ്പോൾ ഇത്രയും വന്നതിന് സമയം കുറയായി. പിന്നെ എനിക്ക് ആ മീൻ തോരൻ ഞാൻ പിന്നെയും മീനെടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ച് എനിക്ക് വെക്കാൻ വയ്യായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാമല്ലോ എത്രമാത്രം ഇത് വെന്ത് പോയെന്നുള്ളത്. അപ്പോൾ ഇനിയത്തെ ക്ലിപ്പ് കേട്ടോണേ. പ്രീസമോൻ വന്ന് എൻ്റെ അടുത്ത് കൊഞ്ചാൻ വന്നതാ. അമ്മേ, മമ്മി, മമ്മ, അമ്മ, പിന്നെ ഏതൊക്കെയാ? ബിജിയേ. നീ അന്ന് കുരങ്ങ് നിന്നെ എന്തോ ഇത് മങ്കിയുടെ കുഞ്ഞ്
പ്രൈസം വലിയ ആരത്തി മങ്കി ഇവിടെ ജനലിൻ്റെ അവിടെ നിന്നാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞ കൊഞ്ഞനം കാട്ടി. അതിന് ദേഷ്യം വന്ന അത് കഴിഞ്ഞു. പിന്നെ നീ എന്തോ ഇത് ആ അവൻ ചെയ്തോണ്ട് പോയി. അത് എന്തിച്ചാണ് എന്നെ കളിയാക്കിയതെന്നാ. ഞാൻ അങ്ങോട്ട് ചെന്നുണ്ടേ ഇവൻ ഈ പോകൽ പ്രാന്താന്ന് പറഞ്ഞ് ജനൽ വലിച്ചടയ്ക്കുന്നു. ഞങ്ങൾക്കൂടി ആ കുഞ്ഞ് കൈ കൊണ്ട് ഇങ്ങനെ അടിക്കാൻ വരെ മോത്തൊക്കെ ചീറ്റി ഇങ്ങനെ വരുന്നു. ഒരിക്കലും മങ്കികളെ ഒന്നും കാണിക്കല, അവർക്കത് ഇഷ്ടമല്ല. ഇതുപോലെ കാണിച്ചാലേ അതുപോലെ വന്ന് തരും. എടാ ആ ഷീറ്റ് കൊടുക്കടാ. അവരോട് കുറേ നേരം കൊണ്ട് 2 ഷീറ്റ് കൊടുത്തിട്ട് നിന്നെ കഴിയുന്നത് പോലെ എല്ലാവരും അങ്ങനെ ചെയ്താ പഠിക്കുന്നത്. ആ എടാ ശരിക്കും മടക്കടാ. എനിക്ക് മടക്ക് അതിൽ ഉറക്കം വരുന്നത്. ഞാനിവിടെ നിന്ന് വെണ്ടയ്ക്ക അരിയുക. എടാ അത് മടക്കി വെക്കാൻ. ഓള് മുടി വെട്ടാൻ പോയി. നല്ലതായിട്ട് ഉറങ്ങാനോ? അപ്പന് വേണ്ടി. അപ്പനെന്നല്ലടാ പപ്പ. ഹസ്ബൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യും. എന്നിട്ട് നിനക്കൊക്കെ അതിൻ്റെ ഒരു ഇതില്ലല്ലോ. എന്നാൽ എൻ്റെ മമ്മി ഉറങ്ങിയതല്ല, മമ്മിയെ ഡിസ്റ്റർബ് ചെയ്യല്, മമ്മി ജോലി ചെയ്തിട്ട് പോയെന്നാൽ പകൽ കിടക്കാനും ഒന്നും സമ്മതിക്കത്തില്ല. അത് നല്ല ഈ ചൂരൽ വടിയും കൊണ്ട് താണ്ട് ഇതും കൊണ്ട് 2 കിട്ടുന്നുണ്ടെ പഠിക്കും. വിട് കൈ. ഇതിൻ്റെ അകത്ത് കില്ല ആണിയുള്ള കൈ നോവും. വിട്. അവൻ പറഞ്ഞ കേട്ടോ, ഞാൻ പറഞ്ഞില്ല 2 അടി കൊടുക്കണമെന്ന്. അവൻ പറ ഒരെണ്ണം തരുമ്പോഴേ നന്നായിക്കോളും, 2 എന്തിനാ തരുന്നേന്ന്. ഇതിൻ്റെയൊക്കെ കാര്യം നമ്മൾ പറയുന്ന ഫ്ലോയിൽ അങ്ങ് പറയത്തില്ല 2 അടി അങ്ങ് തരുമെന്ന്. 1 അടി തരുമെന്ന് ആരും പറയത്തില്ലല്ലേ. ഞാൻ കൂടുതലും പറഞ്ഞ 2 അടി തരുമെന്നോ. अरे 2 मारेगा क्योंकि अभी हमने सुना वो चाटा देने का 2 बोलना चाहिए क्योंकि 2 गाल है उसके लिए 2 चाटा मिलेगा. हाँ मारने के लिए 2 नहीं चाहिए. 2 ചെവിക്കാരോട് 2 ചെവിക്കാരത്തും അടിക്കുമെന്ന്. നീ പോടെ ഇറക്കാ. सब लोग यही बोलते हैं, इंडिया में सब लोग यही बोलते हैं. हाँ ഇന്ത്യയിൽ. പിന്നെ ആഫ്രിക്കയിലോ? अफ्रीका में कुछ बोलते नहीं. നീ വെള്ളം തിളച്ചോന്ന് നോക്കിട്ടോ. വെള്ളം തിളച്ചോണ്ട് വാ. അവൻ ബിണിയാൻറ്റി എന്ന് വിളിക്കുന്നില്ലേ, അതെൻ്റെ ബ്രദറിൻ്റെ മോൻ എന്നെ വിളിക്കുന്നത് വിജയാൻറ്റി എന്നുള്ളതിന്. അതൊക്കെ അവൻ എടുത്തിട്ട് പറയാം എന്നെ വിളിക്കുന്ന ഓരോ കാര്യങ്ങളും. ഞാൻ ഇവിടെ നിന്ന് പച്ചക്കറി അരിയുമ്പം വന്ന് കുറച്ച് നേരം ഇവിടെ ഇരിക്കും. ഇപ്പം മട്ടറങ്ങാണോ വിളിക്കുന്നെങ്കിൽ വന്ന് പൊളിച്ച് തരും. അതൊക്കെ അവന് ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ മീൻകറി ഉണ്ടായിരുന്നു, അതൊന്ന് ഞാനിപ്പോൾ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോണിനോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.